Hi friends, nice guidance in the മറ്റൊരു ഇംഗ്ലീഷ് ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൈൻഡ്സ് ഓഫ് സെന്റൻസസ് എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട വാക്യങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. PSC പരീക്ഷയിൽ സെന്റൻസ് ഐഡന്റിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, എളുപ്പത്തിൽ മാർക്ക് നേടാവുന്നതുമായിട്ടുള്ള ആ ഒരു ടോപ്പിക്കാണ് കൈൻഡ്സ് ഓഫ് സെന്റൻസസ്. അപ്പം ഈ ചാനൽ ആദ്യമേ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനി നമുക്ക് സെന്റൻസുകളിലേക്ക് പോകാം. ഇംഗ്ലീഷിലെ സെൻറ്റൻസുകളെ പ്രധാനമായി രണ്ട് ടൈപ്പ് അല്ലെങ്കിൽ രണ്ട് കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്ന് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നോക്കിയോ, പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായി ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് ഒന്ന് അസർട്ടീവ് സെൻറ്റൻസ്, രണ്ട് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, മൂന്ന് ഇമ്പരേറ്റീവ് സെൻറ്റൻസ്, നാല് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലാണ് സെൻറ്റൻസുകളെ പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത് സ്ട്രക്ചറിൻ്റെ, അതിൻ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത് സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. ഇങ്ങനെയാണ് 2 കാറ്റഗറിയിലാണ് നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുള്ള അസർട്ടീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ്, ഇമ്പരേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി വരുന്ന ആ പാർട്ടാണ്. അപ്പോൾ ഇതാണ് സെൻറ്റൻസിൻ്റെ പ്രധാനപ്പെട്ട കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ ഫസ്റ്റ് കാറ്റഗറൈസേഷനിൽ വരുന്ന പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെടുന്ന സെൻറ്റൻസുകളെ പറ്റിയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പർപ്പസിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസിൽ തരംതിരിക്കപ്പെട്ടിട്ടുള്ള ആ പാർട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തതാണ് അസർട്ടീവ് സെൻറ്റൻസ്. അസർട്ടീവ് സെൻറ്റൻസിന് മറ്റു 2 പേരുകളിലൂടെ ഉണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്. അസർഷൻ എന്നോ ഡിക്ലറേഷൻ എന്നോ സ്റ്റേറ്റ്മെൻറ്റോ എന്ന് പറഞ്ഞാൽ ഇവ മൂന്നിൻ്റെ മീനിങ് പ്രസ്താവന എന്നാണ്. അപ്പോൾ നമുക്ക് ഇൻ ഷോർട്ട് ഇങ്ങനെ പറയാം, പ്രസ്താവന ഉൾക്കൊള്ളുന്ന വാക്യങ്ങളെ അസർട്ടീവ് സെൻറ്റൻസ് എന്നോ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നോ സ്റ്റേറ്റ്മെൻ്റ് എന്നോ പറയും. അപ്പോൾ ഇതാണ് പ്രസ്താവന. പ്രസ്താവന എന്നാൽ പ്ലെയിൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി, ശക്തമായി മഴ പെയ്യുന്നു. ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആകുന്നു. ഹി ഈസ് നോട്ട് വർക്കിംഗ് ഹാർഡ്, അദ്ദേഹം കഠിനമായി വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ വരുന്ന സാധാ പ്രസ്താവനകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് അസർട്ടീവ് സെൻറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ അസർട്ടീവ് സെൻറ്റൻസുകളെ പ്രധാനമായി 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാണ് പോസിറ്റീവ് സെൻറ്റൻസ്, മറ്റൊന്ന് നെഗറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്നും നെഗറ്റീവ് സെൻറ്റൻസ് എന്നും 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പോസിറ്റീവ് സെൻറ്റൻസിന് വിളിക്കുന്ന മറ്റൊരു പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അഫർമേറ്റീവ് സെൻറ്റൻസ്. പോസിറ്റീവ് എന്ന് സാധാരണ യൂസ് ചെയ്ത് കാണാറില്ല, പകരം ഉപയോഗിക്കുന്ന വേർഡ് അഫർമേറ്റീവ് സെൻറ്റൻസ് എന്നാണ്. മറ്റൊന്ന് നെഗറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കുള്ള ഒരു സെൻറ്റൻസിൽ ഇല്ല അല്ല എന്നൊരർത്ഥം ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ അതിനെ എന്തെന്ന് വിളിക്കണം? നെഗറ്റീവ് സെൻറ്റൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഹീ ഈസ് നോട്ട് വർക്കിംഗ് ഹാർഡ്, അദ്ദേഹം കഠിനമായി ജോലി ചെയ്യുന്നില്ല, ഇല്ല എന്ന് മീനിങ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അവിടെ അല്ല ഇല്ല എന്ന് മീനിങ് ഇല്ല. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് സെൻറ്റൻസിൽ പറയുന്ന മറ്റൊരു പേരാണ് അഫർമേറ്റീവ് സെൻറ്റൻസ്. സാധാരണ എക്സാമുകളിൽ അസർട്ടീവ് സെൻറ്റൻസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന ഓപ്ഷനിൽ കാണാറില്ല, പകരം അഫർമേറ്റീവ് സെൻറ്റൻസ് ആയിരിക്കും പോസിറ്റീവ് സെൻറ്റൻസ് തന്നിട്ട് ചോദിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി അടുത്ത് നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു, അല്ല ഇല്ല എന്ന് മീനിങ് നൽകുന്ന എല്ലാ സെൻറ്റൻസുകളും എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ്. അല്ല ഇല്ല എന്ന് മീനിങ് നൽകുന്ന ചില വേർഡുകളുണ്ട്, ആ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് നോ, നെവർ, നത്തിങ്, ഹാർഡ്ലി, റെയർലി, സ്കേഴ്സിലി, സെൽഡം, ബെയർലി, ഫ്യൂ, ലിറ്റിൽ, നെയ്തർ. ഈ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വാക്കുകൾ ഏതെങ്കിലും ഒരു സെൻറ്റൻസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കും അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ്, പോസിറ്റീവ് സെൻറ്റൻസ് വരുന്നത് അസർട്ടീവ് സെൻറ്റൻസിനുള്ളിലാണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് സെൻറ്റൻസ് പറഞ്ഞ അസർട്ടീവ് സെൻറ്റൻസ്. പോസിറ്റീവ് സെൻറ്റൻസ് എന്ന് മനസ്സിലായി, നെഗറ്റീവ് സെൻറ്റൻസ് എന്തെന്നും മനസ്സിലായി. അത് നമ്മൾ രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് വരണം. രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെയാണ് ക്വസ്റ്റ്യനെ പ്രതിപാദിക്കുന്ന ഉൾക്കൊള്ളുന്ന സെൻറ്റൻസുകളാണ് ഇവ. വെയർ ആർ യു ഗോയിങ്, ഹൗ ആർ യു, ആർ യു ഫൈൻ തുടങ്ങിയ ക്വസ്റ്റ്യനുകളാണ് ഇത്തരം സെൻറ്റൻസുകൾ കാണുന്നത്. ഇനി നേരത്തെ പോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനെ 2 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് എന്നും മറ്റൊന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്നും. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ സെൻറ്റൻസുകളെ പ്രധാനമായി 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം WH തുടങ്ങുന്ന കുറേ ക്വസ്റ്റ്യൻ വേർഡുകളുണ്ട്. ഫോർ എക്സാമ്പിൾ വെയർ, WH തുടങ്ങുന്നതെന്നല്ല WH ഉൾക്കൊള്ളുന്ന. ഹൗ എന്ന് പറയുമ്പോൾ WH ഉണ്ടല്ലോ. അങ്ങനെ വെയർ, വെൻ, വൈ,
ഹൂ, ഹൂസ്, ഹൂം, വെൻ, വിച്ച് അങ്ങനെയുള്ള ധാരാളം ക്വസ്റ്റ്യൻ വേർഡുകളുണ്ട്. ഈ WH ഉൾക്കൊള്ളുന്ന ക്വസ്റ്റ്യൻ വേർഡുകൾ ആരംഭിക്കുന്ന ക്വസ്റ്റ്യനാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ വെയർ ആർ യു ഗോയിങ്ങിൽ വെയർ ആരംഭിക്കുന്ന WH ഉണ്ട്, അത് ഹൗ ആർ WH ഉണ്ട്. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നമ്മൾ യെസ്സിലോ നോയിലോ നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആർ യു ഫൈൻ എന്ന് നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ആൻസർ കൊടുക്കുന്നത്. അങ്ങനെ ആൻസർ യെസ് അല്ലെങ്കിൽ നോയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറി വെർബിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കേസ് നമ്മൾ പറഞ്ഞില്ലേ WH ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ WH ക്വസ്റ്റ്യൻസിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. ഈ ഫോർമാറ്റിൽ ഫോളോ ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ അവസാന ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ കഴിയുള്ളൂ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസ് നിങ്ങൾ വെയർ ആർ യു ഗോയിങ് ഒരു ക്വസ്റ്റ്യൻ ആണ്, അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടിട്ടുണ്ട്. ഇതിൽ വെയർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്, രണ്ടാമത് ആർ എന്നുള്ളത് ഒരു ഓക്സിലറി വെർബാണ്, യു അതിലെ സബ്ജക്റ്റ് ആണ്, ഗോയിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ വെർബാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതായത് ഒരു WH ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ് ഈ ഫോർമാറ്റിൽ കൃത്യമായി വന്നിരിക്കണം. അടുത്ത നമുക്ക് ഒരു സെന്റൻസ് ശ്രദ്ധിക്കുക. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ നമ്മൾ ക്രിക്കറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവർ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവർ എന്ത് കളിക്കുന്നു എന്ന് ചോദിച്ചാലാണ് ക്രിക്കറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായി നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് എടുക്കാം. വാട്ട് എന്ത് കളിക്കുന്നു. അപ്പോൾ വാട്ട് ക്വസ്റ്റ്യൻ വേർഡ് എടുത്തു. രണ്ടാമത് എപ്പോഴും ഓക്സിലറി വെർബ് വരാവും. 6 3 സബ്ജക്റ്റ്. ആ സെന്റൻസിലെ സബ്ജക്റ്റ് ദേ ആണ്. അപ്പോൾ ദേ എഴുതി. അടുത്ത് പ്ലേയിങ്. അപ്പോൾ വാട്ട് ആർ ദേ പ്ലേയിങ് ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ് ഈ സ്ട്രക്ചർ ഫോളോ ചെയ്ത് അവസാന ക്വസ്റ്റ്യൻ മാർക്ക് എങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ, അതൊരു ക്വസ്റ്റ്യൻ ആവുകയുള്ളൂ. ഇനി അടുത്ത് ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റിൽ നിന്ന് നമ്മൾ WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വേർഡ്, ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ് ഈ ഫോർമാറ്റ് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, WH ക്വസ്റ്റ്യൻ കിട്ടും. ഇനി അടുത്ത് ഈ ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ഈ ഓക്സിലറി വെർബിനെ പതുക്കെ എടുത്ത് ആ സെന്റൻസിന്റെ ആദ്യം കൊണ്ട് വെച്ചേ, സബ്ജക്റ്റിന്റെ പുറത്ത് വെച്ചത്. അപ്പോൾ ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ് ഇതാണ് അതിന്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും. അപ്പോൾ ഇതാണ് ഈ പാർട്ട് വരുന്നതാണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാണ്. അടുത്ത മൂന്നാമത്തെ സെന്റൻസ് ആണ് ഇംപെരേറ്റീവ് സെന്റൻസ്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ സെന്റൻസ് ഇംപെരേറ്റീവ് സെന്റൻസ്. വളരെയധികം പരീക്ഷകളിൽ ഒരു സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇംപെരേറ്റീവ് സെന്റൻസ് എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്ഗിങ്, പ്രയർ, അഡ്വൈസ്, സജഷൻ ഈ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള സെന്റൻസുകളെയാണ് ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കമാൻഡ് അറ്റാക്ക് ദം, ഓർഡർ ഓപ്പൺ ദ ഡോർ, റിക്വസ്റ്റ് പ്ലീസ് ഗീവ് മീ എ പെൻ, ബെഗ്ഗിങ് റിക്വസ്റ്റിന്റെ സെയിം എഫക്റ്റ് തന്നെയാണ്, പ്ലീസ് ഗീവ് മീ 10 rupee, പ്രയർ ഹാവ് മെഴ്സി അപ്പോൺ അസ്, അഡ്വൈസ് സ്റ്റഡി വെൽ, സജഷൻ ലെറ്റ് us ഗോ there. അങ്ങനെ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്ഗിങ്, പ്രയർ, അഡ്വൈസ്, സജഷൻ ഇത്യാദി സാധനങ്ങൾ ഉൾക്കൊള്ളുന്ന സെന്റൻസുകളെയാണ് ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അടുത്ത ഇംപെരേറ്റീവ് സെന്റൻസിന്റെ പ്രത്യേകത, ഇവ എഴുതുമ്പോൾ ഇവയ്ക്കൊന്നും സബ്ജക്റ്റ് കാണില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, അറ്റാക്ക് ദം എന്നാണ്, അവിടെ സബ്ജക്റ്റ് ഇല്ല, വെർബിലാണ് ഇംപെരേറ്റീവ് സെന്റൻസുകൾ ആരംഭിക്കുന്നത്. എന്നാൽ ഓൾറെഡി ഹിഡൻ ആയിട്ട് അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഏതാണ്, യു ആണ്. യു അറ്റാക്ക് ദം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇംപെരേറ്റീവ് സെന്റൻസിന് ഒരു സബ്ജക്റ്റ് ഉണ്ട്, അത് യു ആണ്. എന്നാൽ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ അതിനെ സ്കിപ്പ് ചെയ്തിട്ട് വെർബിലാണ് എന്ത് ചെയ്യുന്നത്, ഇംപെരേറ്റീവ് സെന്റൻസ് ആരംഭിക്കുന്നത്. അങ്ങനെ വെർബിൽ ആരംഭിക്കുന്നത് സെന്റൻസുകളും ഇതാണ്, മിക്കതും ഏതാണ്, ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇത്രയും മാത്രം ഓർമ്മിച്ച് കഴിഞ്ഞാൽ കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്ഗിങ്, പ്രയർ, അഡ്വൈസ്, സജഷൻ ഇവയെല്ലാം അടങ്ങുന്നത് ഇംപെരേറ്റീവ് സെന്റൻസുകളിലാണ്. അപ്പോൾ ഇവയെല്ലാം വരുന്ന സെന്റൻസുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇംപെരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംപെരേറ്റീവ് സെന്റൻസിനകത്താണ് കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ്, ബെഗ്ഗിങ്, പ്രയർ, അഡ്വൈസ്, സജഷൻ ഇവ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ പരീക്ഷയ്ക്കെല്ലാം സ്റ്റഡി വെൽ ഇത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്, 4 ഓപ്ഷൻ തരും. അപ്പോൾ നമ്മൾ എഴുതുക ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. ലാസ്റ്റ് ടൈപ്പ് സെന്റൻസ് നാലാമത്തെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എന്തെങ്കിലും സർപ്രൈസോ അല്ലെങ്കിൽ വണ്ടറോ അങ്ങനെ അത്ഭുതത്തോടു കൂടി നമ്മളൊരു വാക്യം പറയുമ്പോഴാണ് അവിടെ എക്സ്ക്ലമേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ ആശ്ചര്യത്തോടു കൂടി നമ്മൾ പറയുന്ന ആ വാക്യങ്ങളെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെന്റൻസിൻ്റെ പ്രത്യേകത ആശ്ചര്യം അല്ലെങ്കിൽ അതിശയം ഉളവാകണം. ഇല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്,
ഹൗ ബ്യൂട്ടിഫുൾ യു ആർ, വാവ് ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഇങ്ങനെ പറയുന്ന ഒന്നാമത്തെ സെൻറ്റൻസിനെ വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ്, ഇത് എന്തൊരു ചൂടെന്നാണ്. അപ്പോൾ ഇതൊരു ചൂടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അതിശയമില്ല. എന്തൊരു ചൂടെന്ന് പറയുന്നതിലൂടെയാണ് ഒരു അതിശയം ഉണ്ടാകുന്നത്. അങ്ങനെ അതിശയത്തോടു കൂടി നമ്മൾ പറഞ്ഞാൽ മാത്രമേ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആവൂ. ഇതിൽ അതിശയമില്ലാതെ ഇതൊരു ചൂടുള്ള ദിവസമാണെന്ന് പറഞ്ഞാൽ സാധാ അസർട്ടീവ് സെൻറ്റൻസ് ആവുകയുള്ളൂ. ശ്രദ്ധിച്ചോണം. അപ്പം നമ്മൾ ഈ എക്സ്ക്ലമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ വാട്ട്, ഹൗ, ഈ വാവ് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, എക്സ്ക്ലമേഷൻ ഉണ്ടാക്കുന്നത്. ഇനി അടുത്ത് വാട്ടും ഹൗവിന് ഉപരി നമ്മൾ വാവ്, WOW, ഇതെന്ന് വെച്ചൊരു പ്രത്യേക മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വേർഡല്ല. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു അഡീഷണൽ ആയിട്ട് എക്സ്ക്ലമേഷൻ വരികയാണ്. അങ്ങനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എക്സ്ക്ലമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇത്തരം വാക്കുകൾ, ഫോർ എക്സാമ്പിൾ വാവ്, ഓ, ഹറ, അലസ്, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് വിളിക്കുന്ന പേരാണ് ഇൻ്റർജെക്ഷൻസ്. അപ്പോൾ നമ്മൾ വാട്ടും ഹൗ എന്ന രണ്ട് വേർഡിൽ ഉപരി ഇൻ്റർജെക്ഷൻസ് ഉപയോഗിച്ച് എന്ത് ചെയ്യാറുണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ് വാവ് ഇറ്റ് ഈസ് ഗ്രേറ്റ് എന്ന് ചോദിച്ചിട്ട് വാവ് എന്ന് പറയുന്നത് ഏത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ വാവ് എന്ന് പറയുന്നത് ഇന്റർജെക്ഷനാണ്. പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരു പാർട്ടാണ് ഇന്റർജെക്ഷൻ. അപ്പോൾ ഇന്റർജെക്ഷൻ എന്ന് വെച്ചാൽ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ എക്സ്ക്ലമേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഇത്തരം വേർഡുകൾക്ക് പറയുന്ന പേരാണ് ഇന്റർജെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വാട്ടിലും ഹൗവിലുമാണ് സെൻറ്റൻസ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ അല്ല. എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ, ക്വസ്റ്റ്യൻ ആവുകയുള്ളൂ. ഇതെല്ലാം എക്സ്ക്ലമേഷൻ ആണ്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളുടെ പ്രത്യേകത ആ സെൻറ്റൻസുകളുടെ അവസാനം എക്സ്ക്ലമേഷൻ മാർക്കാണ്. എന്നാൽ ഇൻ്റർജെക്ഷനിലാണ് ആ സെൻറ്റൻസ് ആരംഭിക്കുന്നുവെങ്കിൽ ഇൻ്റർജെക്ഷന് ശേഷമാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നത്. സെൻറ്റൻസിൻ്റെ അവസാനം ഫുൾ സ്റ്റോപ്പ്. അങ്ങനെയാണ് ആ ഇൻ്റർജെക്ഷൻ്റെ ആ ഒരു പഞ്ച്വേഷൻ്റെ ആ രീതി. അടുത്ത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നമുക്ക് അസർട്ടീവ് സെൻറ്റൻസിലോട്ട് മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിശയം ഇല്ലാതെ ആയി കഴിഞ്ഞാൽ എന്തായി, അസർട്ടീവ് സെൻറ്റൻസ് ആയി. ഫോർ എക്സാമ്പിൾ വാട്ട് എ ഹോട്ട് ഡേ ഇറ്റ് ഈസ് എന്ന് പറയുന്ന എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അസർട്ടീവ് സെൻറ്റൻസ് ആക്കാൻ എവിടെയാണോ നമ്മൾ എക്സ്ക്ലമേഷൻ കൊടുക്കുന്നത് അവിടെ എന്ത് ചെയ്താൽ മതി, വെരി എന്നൊരു വേർഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ വാട്ട്, ഹൗ, ഈ ഇൻ്റർജെക്ഷൻ, വാവ്, ഇവയെല്ലാം മാറ്റിയിട്ട് പകരം അവിടെ എന്ത് ചെയ്താൽ മതി, വെരി എന്ന വേർഡ് ഇട്ട് കൊടുത്താൽ നമുക്കിത് എന്താക്കി മാറ്റാം, അസർട്ടീവ് സെൻറ്റൻസ് ആക്കി മാറ്റാം. അതായത് വാട്ട് മാറ്റി ഞാൻ വെരി ഇട്ടപ്പോൾ ഇറ്റ് ഈസ് എ വെരി ഹോട്ട് ഡേ എന്നായി. അപ്പോൾ അതായി. അതുപോലെ ഹൗ ബ്യൂട്ടിഫുൾ യു ആർ എന്നുള്ളതിൽ ഞാൻ ഹൗ മാറ്റിയിട്ട് വെരി ഇട്ട് കൊടുത്താൽ യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്നാവും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാം, യു ആർ വെരി നൈസ് എന്നാണ്, യു ആർ വെരി ബ്യൂട്ടിഫുൾ എന്നായി മാറും. അതുപോലെ വാവ് ഇറ്റ് ഈസ് ഗ്രേറ്റ്, അവിടെ നമ്മൾ വാവ് എന്നുള്ള ഇൻ്റർജെക്ഷൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെയും വെരി ഇട്ട് കൊടുത്താൽ ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ് എന്നായി മാറും. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അസർട്ടീവ് സെൻറ്റൻസിലാക്കാൻ പറ്റും. അതായത് വാട്ടിനും ഹൗവിനും ഇൻ്റർജെക്ഷനും ഒക്കെ പകരം എന്ത് ചെയ്താൽ വെരി എന്നോ അങ്ങനെ ആപ്റ്റായിട്ടുള്ള വേർഡിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസർട്ടീവ് സെൻറ്റൻസിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട 4 ടൈപ്പ് സെൻറ്റൻസ്. ഇൻ്റർജെക്ഷൻ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. എക്സ്ക്ലമേറ്ററിയിൽ നിന്ന് അസർട്ടീവിലോട്ട് ചേഞ്ച് ചെയ്യുന്ന രീതി നോക്കിക്കോളണം. ഇനി നമുക്ക് സെൻറ്റൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാല PSCകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. അത് ടൈപ്പ് സെൻറ്റൻസ് ആണ്. അഫർമേറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, ഇമ്പലേറ്റീവ് ആണ്, ഇൻറ്ററോഗേറ്റീവ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു അഡ്വൈസ് എന്നോ ഓർഡർ എന്നോ ഒക്കെ പറയാം. അപ്പോൾ അഡ്വൈസ് അല്ലെങ്കിൽ ഓർഡറൊക്കെ വരാൻ സാധ്യതയുള്ള സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് ആണ്, ഇമ്പലേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്നാണ്. ഇത് വളരെ നല്ലൊരു അവസരമാണ്. അപ്പോൾ ഇതായാലും നമുക്ക് സാധാ ഒരു പ്രസ്താവനയാണ്. അപ്പോൾ പ്രസ്താവന എന്ന് പറയുമ്പോൾ സെൻറ്റൻസ് ഒരു അസർട്ടീവ് സെൻറ്റൻസ് ആണ്. സംഗതി അസർട്ടീവ് സെൻറ്റൻസ് ആണ്, വളരെ എളുപ്പമാണ്. അടുത്ത് ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്. ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ്, അതറിയാം നമുക്കൊരു സാധാ പ്രസ്താവനയാണ്, ഡിക്ലറേഷനാണ്. അപ്പോൾ അവിടെ ഇമ്പരേറ്റീവ്, ഇൻട്രോഗേറ്റീവ് ഉണ്ട്, അസർട്ടീവ് എന്നില്ല, ഓപ്ഷനിൽ ഡിക്ലറേറ്റീവ് എന്നാണ്. അപ്പോൾ ആൻസർ ഡിക്ലറേറ്റീവ് ആണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. എന്നെ അപ്പോൾ അത് നോക്കിയോ, അവിടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്ന സെൻറ്റൻസ് അല്ല, ഏതാണ്, ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അടുത്ത് മേ ഗോഡ് ഹെൽപ്പ് യു. അപ്പോൾ നമുക്കറിയാം അത് തന്നെയാണ്, മേ ഗോഡ് ഹെൽപ്പ് യു. നമ്മൾ നേരത്തെ പ്രയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രയർ വരുന്നത് ഇമ്പരേറ്റീവ് സെൻറ്റൻസിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. എക്സ്ക്ലമേഷൻ മാർക്കെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കറിയാം സംശയമൊന്നുമില്ല, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അടുത്ത് പ്ലീസ് കമിൻ. അതെന്ന് വെച്ചാൽ എന്താണ്, പ്ലീസ് കമിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇമ്പരേറ്റീവ് സെൻറ്റൻസിൽ വരുന്നതാണ്. അവിടെ വേറെ സംശയമൊന്നുമില്ല, സബ്ജക്റ്റ് ഇല്ല. അതുപോലെ പ്ലീസിൽ ആരംഭിക്കുമ്പോൾ തന്നെ അതൊരു റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് വരുന്നതല്ല ഇമ്പരേറ്റീവ് സെൻറ്റൻസിലാണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ്. ലുക്ക് ബിഫോർ യു ലീപ്പ് എന്നാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം സബ്ജക്റ്റ് ഇല്ല, ലുക്കിലാണ് വെർബിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം ലുക്ക് ബിഫോർ യു ലീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു അഡ്വൈസാണ്.
ഇമ്പരേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റി മാർക്ക്